ഞാനും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ടൂറും പോയിട്ടുണ്ട്. ഇങ്ങനെ മറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വരാൻ പാകത്തിന് എന്താ അവിടെ ഉണ്ടായത്? അയ്യോ, ഞങ്ങള് തൊമ്മൻകൂത്തിലേക്കാ പോയത് സ്കൂളിൽ നിന്ന് എല്ലാവരുമായിട്ട്. ബസ്സിനെ അങ്ങോട്ട് പോയിട്ട് ആ വെള്ളച്ചാട്ടത്തിൽ ആർത്തുല്ലസിച്ചപ്പോ അന്നമ്മയുടെ കാലേ കിടന്ന സ്വർണത്തിന്റെ കൊലുസ് നഷ്ടപ്പെട്ടു. കൊലുസ് തപ്പി ഞങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് ഞാനും അന്നമ്മയോട് കാട്ടിലേക്ക് കയറിപ്പോയി കൊലുസ് അന്വേഷിച്ച്. കാട്ടി കയറി പോയോ? അങ്ങനെ കൊലുസ് തപ്പി തിരിച്ചിറങ്ങി വന്നപ്പോ ബസ്സും പോയി, പിള്ളേരും പോയി, എല്ലാവരും ഞങ്ങൾ ഇട്ടേച്ച് പോയിക്കളന്നേ. അപ്പൊ നിങ്ങളെ ഇട്ടേച്ച ബസ്സും ടൂറിന് വന്ന ടീച്ചർമാരൊക്കെ പോയി. എന്നിട്ട് ഞങ്ങള് രണ്ടുപേരല്ലേ ഉള്ളൂ, സന്ധ്യയായി. എന്നിട്ട് ഞങ്ങള് താമസിച്ചിരുന്ന റൂമിൽ ചെന്നിട്ട് ഹെഡ് മാസ്റ്ററെ വിളിച്ചു. മാഷെ, ഞങ്ങള് രണ്ടുപേരും ഇവിടെ പെട്ടുപോയി, ബാക്കി സ്കൂൾ ബസ്സൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോ മാഷ് പറഞ്ഞു, സാരില്ല മക്കളെ. വലിച്ചിട്ടരുത്, അവിടെ ലോഡ്ജ് താമസിച്ചെന്നല്ലേ പറഞ്ഞു? അല്ലല്ല, മാഷ് പറഞ്ഞു, സാരില്ല മക്കളെ, നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഇത്രയും സന്ധ്യയായില്ലേ, നിങ്ങൾ അവിടെ താമസിച്ചിട്ട് പിറ്റേന്ന് പോന്നാ മതി. എന്നിട്ടുണ്ടായി അയാൾ ആ ഹോട്ടലിന്റെ റൂമിന്റെ കീ തന്നു. ആ കീ ചെയിൻ നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ അന്നമ്മേ? അത് ഞാൻ ഓർക്കുന്നുണ്ട് ദിവാകരേട്ടാ. രണ്ടരേന്നെ ഉള്ളതല്ലായിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന രണ്ടരേനകള്, ഇങ്ങനെ രണ്ടരേനെ അത് നിനക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവിടുത്തെ കക്കൂസിന്റെ ഡോറ് പോയിട്ട് സൂപ്പർമാൻ ഇരിക്കണാരി അല്ലാതെ അതിനകത്ത് ഇരിക്കാൻ പാടില്ല. അതിന്റെ ഒരു കൊളുത്ത് വെക്കാൻ നിനക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അരയന്നം ഇങ്ങനെ നിൽക്കുന്നത് എത്ര വർഷം മുമ്പ്? 55 വർഷം. ഇതിപ്പോഴും ഓർമ്മയുണ്ട്, ഇത് ഇപ്പോഴും ഓർമ്മയില്ല. അന്നമ്മ അന്നത്തെ രാത്രി ഒന്ന് പറയ്. അതെന്താന്നറിയാമോ, ദിവാകരേട്ട ശരിക്കും മനുഷ്യ സ്നേഹിയാണെന്ന് അന്ന് രാത്രിയിലെ എനിക്ക് മനസ്സിലായത്. മനുഷ്യ സ്നേഹിയാന്ന് നിനക്ക് എങ്ങനെയാണ് രാത്രിയിലെ മനസ്സിലായത്? എനിക്ക് വിശന്നായിരുന്നേ. നിനക്ക് വിശന്നായിരുന്നു, അപ്പോഴാണോ മനുഷ്യ സ്നേഹിയാന്ന് മനസ്സിലായത്? അപ്പൊ ഞാൻ ദിവാകരേട്ടനോട് പറഞ്ഞു, എനിക്ക് മസാല ദോശ വേണോന്ന് പറഞ്ഞു. മസാല ദോശ ഇത് കഴിഞ്ഞിട്ടാണല്ലോ മേടിക്കണേ, അതിക്ക് മുമ്പേ നിങ്ങൾ മേടിക്കണം. എന്നിട്ട് ദിവാകരേട്ടൻ മസാല ദോശ മേടിച്ചോണ്ട് വന്നേ. ഞാൻ ആ പൊതി അഴിച്ചു നോക്കിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി ചായ. പടക്കമായിരുന്നു. ഞാൻ പോലും പറയാതെ അതിനകത്ത് വടയ വെച്ചിരുന്നു ദിവാകരേട്ടൻ. പക്ഷെ ആ വട നമുക്ക് കഴിക്കാൻ തോന്നില്ല, അതിങ്ങനെ നോക്കിയിരിക്കാനേ തോന്നുള്ളൂ. ശരിക്കും നമുക്ക് വീണ്ടും ആ ടൂർ പോണം. അതെ പോണം. നമ്മുടെ പഴയ കൂട്ടുകാര് എല്ലാവരും വേണം, തൊമ്മൻകുത്തി പോണം, ആ പഴയ ബസ് വേണം, എല്ലാം ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അവിടെ വെച്ച് നിന്റെ കൊലുസ് നഷ്ടപ്പെടണം. ഒരു രാത്രി നമുക്ക് ആ ഹോട്ടലിൽ താമസിക്കണം. തങ്ങണം നമുക്ക്. ഞാൻ അങ്ങനെ മണ്ടനാന്ന് വിചാരിക്കരുത്. ട്രിപ്പ് പോക്കോ. പക്ഷെ ഒരു കാര്യം, ഞാൻ പ്ലാൻ ചെയ്യും, ആ പ്ലാന് നീയൊക്കെ അങ്ങ് വന്നാ മതി. ചേട്ടൻ എങ്ങനെ പ്ലാൻ ചെയ്യണം അത് പറ. ഫ്രണ്ടില് ഞാനിരിക്കും, അതിന്റെ പുറകെ ഇവിളിരിക്കും, അതിന്റെ പുറകെ നീ ഇരിക്കും. പറ്റുമെങ്കിൽ നീ വന്നാ മതി. അപ്പൊ ചേട്ടൻ ഫ്രണ്ടില്, നടുക്ക് അന്നമ്പ, അതിന്റെ പുറകിൽ ഒരു ബർഗർ ട്രിപ്പ്. ഞാൻ റെഡി.